أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയപ്പെട്ട അഹ്ബാബീങ്ങളെ, പ്രിയ കുടുംബങ്ങളെ, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുപ്പ മർഹൂം ഹസൻ കുട്ടി നവ്വറല്ലാഹു മർഖദ, ആ ഉപ്പയുടെ 14ാമത്തെ ആണ്ട് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും പറയുന്നു, ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം വളരെ മഹത്വമുള്ള മാസമാണ്. ഔപ്പയുടെ ആണ്ട് മജ്ലിസ് നടക്കുന്നത് പരിശുദ്ധ ഹറമിൽ വെച്ചാണ്. എന്ത് ചിന്തിച്ചാലും എന്തു പറഞ്ഞാലും അത് നല്ലതാണോ, വലിയ പ്രതിഫലമാണ്. അപ്പോൾ ആ ഉപ്പയെക്കുറിച്ച്, ആ ഉപ്പയുടെ പേര് തന്നെ ഉച്ചരിക്കുമ്പോൾ ആ ഉപ്പ എത്ര ഭാഗ്യമുള്ളവരാ. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പറയുന്ന നമ്മളെ കൊണ്ടല്ല, പറയുന്ന സമയവും പറയുന്ന സ്ഥലവുമാണ് നിർണയിക്കുന്നത്. ആരാണോ എന്നുള്ളതല്ല വിഷയം, സ്ഥലത്തെക്കുറിച്ചാണ് മഹത്വപ്പെടുത്തുന്നത്. പരിശുദ്ധ ഹറമിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം. പരിശുദ്ധ മക്കത്തുൽ മുക്കറമയും പരിശുദ്ധ മദീന മുനവ്വറയും. ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് വെച്ച് ആ ഉപ്പയെക്കുറിച്ച് സംസാരിക്കുകയും ദ്വാരക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഉപ്പയ്ക്ക് കിട്ടുന്ന അനുഗ്രഹം, ആ ഉപ്പയ്ക്ക് കിട്ടുന്ന തൗഫീഖ്, അതിലുപരി ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന ബറക്കത്തും റഹ്മത്തും, അതുപോലെ തന്നെ എന്തെല്ലാമുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കാരണം മറ്റാരെങ്കിലും പങ്കെടുക്കുന്നോ അവർക്കും കിട്ടുകയാണ്. അത് കിട്ടാൻ കാരണമായത് ആരാണോ അവർക്കും ഇത് ലഭിക്കുന്നു. അതുകൊണ്ട് ഹറമിൽ വെച്ച് നടക്കുന്ന മജ്ലിസുകൾ, അതിന് വലിയ മഹത്വമുണ്ട്, വലിയ സ്വീകാര്യതയുണ്ട്. ഏത് മജ്ലിസിൽ പങ്കെടുത്താലും ആ പങ്കെടുക്കുന്ന സമയം നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതെവിടെയോ ആകട്ടെ, ആർക്കോ വേണ്ടി എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരാൾക്ക് വേണ്ടി 10 മിനിറ്റ് ചിലവാക്കിയാൽ ആ പ്രതിഫലം അവർക്കും ലഭിക്കും, അതിൻ്റെ ഇരട്ടി നമുക്കും ലഭിക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാളും മഹത്വമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെലവഴിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണവും ഏറ്റവും വലിയ മഹത്വവും മൗലിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്നു. ഹയ്യദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ ചെലവഴിക്കുന്നു, ഖാജ തങ്ങളുടെ പേരിൽ ചെലവഴിക്കുന്നു. അങ്ങനെ നമ്മൾ വലിയ വലിയ മഹത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഏതെല്ലാം രൂപത്തിൽ ചെലവഴിക്കുന്നു, അതിൻ്റെ എല്ലാം പ്രതിഫലനം അത് നമ്മുടെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കപ്പെടും. അതുകൊണ്ട് ഇത്തരം നല്ല നല്ല മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഔപ്പയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അത് മക്കളുടെ കടപ്പാടാണ്, കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിനെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട അഹ്ലുകാർ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുപോലെ ഇതിൻ്റെ അഡ്മിനായിട്ട് പ്രവർത്തിക്കുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട മകൾ ബുഷറാത്താക്കും കുടുംബത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മ പാത്തൂട്ടി, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹ്.
ദീർഘായുസ് നൽകണം റഹ്മാനെ. ദീർഘകാലം ആ കുടുംബത്തിന് തണൽ നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ആ ഉമ്മയ്ക്ക് നീ ദറജ നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് നീ നൽകണം റഹ്മാനെ. ആ കുടുംബത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് ദിക്ർ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പങ്കെടുക്കുന്ന മജ്ലിസിൽ പങ്കുചേരുന്നവരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ കരുതിക്കോ, അള്ളാഹു കാണുന്നവനാണ്. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, ഉദ്ദേശങ്ങൾ അറിയുന്നവനാണ്. തീർച്ചയായിട്ടും ഹബീബായ മുത്തുനബി തങ്ങളുടെ തിരുച്ചാരത്ത് നിന്ന് നമ്മൾ മജ്ലിസ് നടത്തുമ്പോൾ ഒരിക്കലും ഇത് തട്ടപ്പെടുകയില്ല. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة خواجة معين الدين الجشتي أجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. واضرب لكم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وأن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلكم من القرون أنهم إليهم لا يرجعون
وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطع لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أحد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم منا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് നമ്മൾ ഓതിയ ഖുർആനും ദിക്റുകളും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് വഖഫ് ചെയ്തിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, പ്രിയപ്പെട്ട പൊന്നുമോൾ അള്ളാഹുവെ ബുഷറാത്ത്, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. യാ റസൂലല്ലാ, അവിടുത്തെ തിരുചാരത്ത്, അവിടുത്തെ മസ്ജിദുർ റസൂലുള്ളാഹ് ഹബീബായ മുത്തുനബി തങ്ങളുടെ മസ്ജിദിലേക്ക് ആ ഉപ്പയുടെ പേരിൽ അല്ലാഹുവേ വഖഫ് ചെയ്തിട്ടുള്ള ഖുർആനിൻ്റെ സ്വവാബും ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. മർഹൂം ഹസൻ കുട്ടി നവ്വറല്ലാഹു മർഖദ,
ആ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد بعدد حسنات سيدنا محمد وعلى آله وصحبه وسلم. يا رسول الله يا حبيب الله. അവിടുത്തെ ചിരുചാരത്ത് നിന്നാണ്, അവിടുത്തെ തിരുഹളറത്തിൽ നിന്നാണ്, അവിടുത്തെ പരിശുദ്ധ ഹറമിൽ നിന്നാണ് ഞങ്ങൾ ദ്വാരക്കുന്നത്. അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ യാ ഹബീബല്ലാഹ്. ഞങ്ങൾ മജ്ലിസ് നടത്തുന്നത് അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട വന്യമാതാവ് അല്ലാഹുവേ പാത്തൂട്ടി അല്ലാഹുവേ ആ ഉമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാഹുവേ മർഹൂം ഹസൻ കുട്ടി നവ്വറല്ലാഹു മർഖദ. ആ ഉപ്പയുടെ 14-ാമത്തെ ആണ്ട് തികയുന്ന മാസമാണ് റജബ് 1 മുതൽ. അല്ലാഹുവേ ഞങ്ങൾ ഓതി വെച്ച 1000-ത്തിലധികം ഖത്മുൽ ഖുർആനുണ്ട്, കോടിക്കണക്കിന് ദിക്റുണ്ട്, ലക്ഷോപലക്ഷം ഫാത്തിഹയുണ്ട്, ഇഖ്ലാസ് ഉണ്ട്. അല്ലാഹുവേ അവരുടെയെല്ലാം ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓതി വെച്ച ഖുർആനും ദിക്റുകളും ഖത്മുകളും യാസീനും മുൽക്കും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും എല്ലാം ആ ഖബറിൽ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറും സന്തോഷവും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ ശൂന്യന്മാരാണ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ആത്മാവ് പൊള്ളയാണ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങളുടെ റൂഹി നിമിഷം പിരിഞ്ഞാൽ ഖബറിൽ കൊണ്ടുവച്ചാൽ സ്വന്തമായ അമലുകളുണ്ടെന്ന് പറയാൻ ഒന്നുമില്ല. ഉള്ളത് തന്നെ നീ സ്വീകരിക്കുന്നതാണോ എന്ന് ഉറപ്പില്ല. അല്ലാഹുവേ നിന്റെ അടിമകളെ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളെ സ്നേഹിച്ചതല്ലാതെ ഞങ്ങൾക്ക് പറയാനായി ഒന്നുമില്ല. അവരുടെ വിയോഗമറിഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പലർക്കും വേണ്ടി ഞങ്ങൾ ഒരുപാട് സമയങ്ങൾ ഖുർആൻ ഓതാനും ദിക്റ് ചൊല്ലാനും ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ അങ്ങനെയെല്ലാം മാറ്റിവെച്ച സമ്പത്തല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല റഹ്മാനെ. ഇതൊക്കെ ഞങ്ങൾക്ക് ആഖിറത്തിൽ തുണയായിട്ടുള്ളൂ. കുറഞ്ഞ കാലം മാത്രമാണ് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. ഞങ്ങളിനി എന്തെല്ലാം പറഞ്ഞാലും നീ തീരുമാനിച്ച സമയത്ത് നിന്റെ അടുത്തേക്കുള്ള യാത്രകൾ പുറപ്പെടാനുണ്ട്. ഈ താൽക്കാലികമായ ഈ ഭൂമി ലോകത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ കുറവാണ്, ഈമാൻ നൽകണം റഹ്മാനെ. ഈ താൽക്കാലികമായ ലോകത്ത് നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ
കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് 15 വർഷം പിന്നിടുന്നു. അല്ലാഹുവേ, ഈ കാലമത്രയും സ്വലാത്ത് ചൊല്ലിയവരും ഇതിനു വേണ്ടി സേവനമനുഷ്ഠിച്ചവരും അല്ലാഹുവേ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നീ ആഖിറത്തിൽ നീ ഖബറിടത്തിൽ നീ നൽകണം റഹ്മാനെ. പലരും ഞങ്ങളുടെ കൂടെയില്ല അല്ലാഹുവേ, അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഖബറിലുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബറിലേക്കും ഈദ് മജ്ലിസിൻ്റെ സന്തോഷത്തെ നീ എത്തിക്കണേ അല്ലാ. ആരെയും നീ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും നീ ഏറ്റി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആഫിയത്തുള്ള കാലമത്രയും ആരോഗ്യവാനായിരിക്കുന്ന കാലമത്രയും ഖുർആനും ദിക്റുകളും അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരെ സഹായിച്ചു കൊണ്ടിരിക്കാൻ തൗഫീഖുള്ളവരാക്കണേ അല്ലാ. തൗഫീഖ് ഉള്ളവരാക്കണേ അല്ലാ. തൗഫീഖ് ഉള്ളവരാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് മുത്തുനബി തങ്ങളെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖൽബ് മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. രോഗങ്ങളുണ്ടോ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, എത്രയോ ആളുകളാണ് അല്ലാഹുവേ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ആ ഉപ്പയുടെ കുടുംബങ്ങളാണ്, അഹ്ലുകാരാണ്. അല്ലാഹുവേ, ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നീ നൽകണേ അല്ലാ. സന്തോഷം നീ നൽകണേ അല്ലാ. എന്തുദ്ദേശമുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ നിന്നുള്ള ദുആ കിട്ടണമെന്നാഗ്രഹിച്ച് തുടക്കം മുതൽ അവസാനം വരെയും ഒരു സെക്കൻഡ് പോലും മാറാതെ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. അവരെ ഏറ്റെടുക്കണേ അല്ലാ. സ്ഫുടമായി അവർ ഖുർആനിൽ മജ്ലിസിലും പങ്കെടുത്തു, ദിക്റുകളും ചൊല്ലി. അല്ലാഹുവേ, മജ്ലിസിൽ പങ്കെടുത്ത ഉപ്പമാരുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, പിഞ്ചു മക്കളുണ്ട് റഹ്മാനെ. അവരെന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, യാ റസൂലല്ലാഹി ഉൻദുർ ഹാലനാ ഫീ ഖുലൂബിനാ യാ റസൂലല്ലാഹ്. എല്ലാവരുടെയും ഖൽബിലേക്ക് അവിടുത്തെ പ്രകാശം നിറയ്ക്കണം റഹ്മാനെ. നീ നിറയ്ക്കണേ അല്ലാ. നീ നിറയ്ക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാ. അല്ലാഹുവേ, എല്ലാവരുടെയും ഖൽബിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. ഹിഫ്ള് നൽകണേ അല്ലാ. അല്ലാഹുവേ, ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ, നീ ശിഫയാക്കണം റഹ്മാനെ. നീ ശിഫയാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ശാരീരികമായ രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹോസ്പിറ്റലിൻ്റെ ഏഴികൾ എണ്ണി നടക്കുന്നവരുമുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം ഇബാദത്താണ്. വേദനയുണ്ടോ സഹിക്കൽ ഇബാദത്താണ്. രോഗമുണ്ടോ ക്ഷമിക്കൽ ഇബാദത്താണ്. അത് ചികിത്സ തേടലും നല്ല കാര്യമാണ്. എല്ലാം നമ്മുടെ മേൽ വിധി പറഞ്ഞതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ചോദിക്കൂ ഞാൻ തരാം,
ചോദിക്കേണ്ടത് നമ്മളെ കടമയാണ്. ചോദിക്കുമ്പോഴാണ് അടിമയാകുന്നത്. ചോദിച്ചിട്ടും കിട്ടിയില്ലേ, ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ ഈമാനിൻ്റെ അഹ്ലുകാർ. ചോദിച്ചില്ലേ, ആത്മാർത്ഥമായി ചോദിച്ചില്ലേ, ആ സ്നേഹം റബ്ബിന് നമ്മളോടുണ്ടാകും. ഇതെല്ലാം ഒരു സർപ്രൈസാണ്. നാളെ റബ്ബിൻ്റെ കോർട്ടിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ലിഖാ കാണണമെന്ന അതിയായ മോഹത്തിലാണ് നമ്മുടെയൊക്കെ സഞ്ചാരം. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് ഹബീബായ മുത്തുനബി തങ്ങൾ ഉമ്മത്തീങ്ങളാകുന്ന സാധുക്കളാകുന്ന നമുക്ക് വേണ്ടി ഏഴാനാകാശവും കടന്നു നമുക്ക് നേടിത്തന്നില്ലേ. നോമ്പും റമളാനുമൊക്കെ സമ്മാനിച്ചില്ലേ. എത്രത്തോളം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന അള്ളാൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തന്നില്ലേ. ഈ പരിശുദ്ധ റജബ് മാസത്തിലാണ് നമ്മുടെ പിതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ പിതാവിൻ്റെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, റജബ് മാസമാണ്, ഷഅബാൻ മാസമാണ്, റമളാൻ വരാൻ പോവുകയാണ്. അരയും തലയും മുറുക്കി ഇറങ്ങിക്കോ. ഇബാദത്ത് ചെയ്യണമെന്ന ദീർഘ ദൃഷ്ടിയോടുകൂടിയും ദീർഘവീക്ഷണത്തോടുകൂടിയും ഉറച്ച മനസ്സോടുകൂടിയും നാളേക്കു മാറ്റിവെക്കാതെ മഹത്വമുള്ള മഹനീയമായ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനും ഉദ്ദേശങ്ങൾ പൂർത്തിയാകാനും മലക്കുകളെ തൃപ്തിപ്പെടുത്താനും പറ്റിയ മാസമാണ് റജബ്. ഒന്നായാൽ സടകുടഞ്ഞെഴുന്നേറ്റോ, വീടും പരിസരവും വൃത്തിയാക്കി റമളാനിലേക്കുള്ള ഒരുക്കങ്ങളെ 2 മാസം കൊണ്ട് തുടങ്ങണം. 60 ദിവസം കൊണ്ട് 2 ഖത്മെങ്കിലും ഓതാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 1 ഖത്മെങ്കിലും ഓതാൻ ശ്രമിക്കണം. ഒരു ദിവസം പോലും ദിക്റുകൾ ചൊല്ലാതിരിക്കരുത് റമളാൻ അവസാനിക്കുന്നത് വരെ. എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത് നമ്മൾ കണക്കെടുത്തുകൊണ്ട് ആ കണക്കിൽ തന്നെ എല്ലാ ദിവസവും ദിക്റുകൾ ചൊല്ലണം. ഫാത്തിഹയോദനം, ഇഖ്ലാസ് ഓതണം, യാസീനോദി വെക്കണം, മുൽക്കോദണം, ഖത്മുൽ ഖുർആനിൻ്റെ ഓരോ പേജുകളും അങ്ങനെ മറിയണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഇഖ്ലാസ് ചൊല്ലണം. ഇതൊക്കെ റമളാൻ അവസാനിക്കുമ്പോൾ നമുക്ക് ഹദിയ ചെയ്യണം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി. അല്ലാഹുവേ, നീ കബൂലാക്കണം റഹ്മാനേ. റഹ്മാനും റഹീമുമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, എത്ര പെട്ടെന്നാണ് റജബ് 1 പറഞ്ഞ് കണ്ടതാണ്. ഇപ്പോൾ അത് 4 ആയി 5 ആയി. ഇനി ഇതാ കയറി പോകുന്നത് എവിടേക്കാണ്? റമളാനിലേക്കാണ്. ഞങ്ങളുടെ മനസ്സ് അതിനൊന്നും തയ്യാറായിട്ടില്ല റബ്ബേ. കുറഞ്ഞ ദിവസം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. അല്ലാഹുവേ, റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാം കൊണ്ടും തയ്യാറെടുത്ത് ആത്മാർത്ഥമായി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇബാദത്ത് ചെയ്യാൻ പാകമാകുന്ന രൂപത്തിൽ ഞങ്ങളെയും ഞങ്ങളെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും മാതാപിതാക്കളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ആക്കണം റഹ്മാനേ. എല്ലാവരെയും നീ ആക്കണം റഹ്മാനേ, നീ ആക്കണം റഹ്മാനേ. അല്ലാഹുവേ, അവസാനം ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. പാപികളാണ്, ദോഷികളാണ്. ജീവിതത്തിൽ ഒരുപാട് ഗീബത്ത്, നമീമത്ത്, ഫസാദുകളെല്ലാം വന്നുപോയി. അല്ലാഹുവേ, ഇനി ഞങ്ങളുടെ മരണം എങ്ങനെയാണ് ഞങ്ങൾക്കറിയില്ല. ഹുസ്നുൽ ഖാത്തിമ കൊണ്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണം റഹ്മാനേ. റഹ്മാനും റഹീമുമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, മലിക്കുൽ മുലൂക്കായ അല്ലാ, രാജസയ്യിദായ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ.
ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങളെ മനുഷ്യനാക്കിയതും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയതും. ഏതു രൂപത്തിലാകണമെന്നും എവിടെയാകണമെന്നും എന്തൊക്കെ വേണമെന്നൊന്നും നിന്നോട് ചോദിക്കാതെ കാരുണ്യവാനായ അല്ലാ, കരുണാനിധിയായ അല്ലാ, നീയാണ് ഞങ്ങൾക്ക് ഈ സർവ്വ അനുഗ്രഹങ്ങളും തന്നത്. ഞങ്ങൾക്ക് സൗന്ദര്യം തന്നത്, ഞങ്ങൾക്ക് ആരോഗ്യം തന്നത്, ആഫിയത്ത് തന്നത്, ഞങ്ങൾക്ക് മാതാപിതാക്കളെ തന്നത്, കുടുംബങ്ങളെ തന്നത്, ഞങ്ങളുമായി ബന്ധപ്പെട്ട സകലതും തന്നത് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. എന്നിട്ടും നന്ദിയില്ലാത്തവരാണ്. വീണ്ടും നാണമില്ലാതെ ഇരു കരങ്ങളും നീട്ടി ഞങ്ങൾക്ക് സങ്കടം പറയുകയാണ് റബ്ബേ. കോടാനക്കോടി മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു, ചോദിക്കാതെ തരുന്നു. എന്നിട്ട് എന്തേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നതില്ലേ എന്ന് പോലും ഓർത്തു പോവുകയാണ്. നീ പറഞ്ഞിട്ടുണ്ട് ചോദിക്കൂ ഞാൻ തരാം. ആ ഒരു കടപ്പാടിലൂടെയാണ് കടമയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾ നിൻ്റെ അടിമകൾ മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ചിന്ത കൊണ്ടും വല്ല പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം റഹ്മാനെ. നീ തന്നതെല്ലാം ഔദാര്യത്തിലാണ്, നീ തന്നതെല്ലാം അനുഗ്രഹമാണ്. സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. മരിക്കുവോളം ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ അദബുള്ള മക്കളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, വഴിതെറ്റുന്ന മക്കളാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കെല്ലാം ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും തഖ്വയും നൽകണേ അല്ലാ. സർവ്വതും മാറ്റിവെച്ച് അല്ലാഹുവിനെയും മുത്തുനബിയും സ്നേഹിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ തണലിലായി കഴിയുന്ന അദബുള്ള മക്കളാക്കണേ അല്ലാ. ദാമ്പത്തിക ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വാലിഹത്തായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, വലിയ വലിയ മഹദിമാരാക്കണേ അല്ലാ. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോഴും ഇബാദത്തുകൾ കുറഞ്ഞവരായ ഞങ്ങളെ രൂപത്തിൽ നീ വിടല്ലേ അല്ലാ. എല്ലാ നിലക്കും ഞങ്ങൾ പരിപൂർണരാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉംറ ചെയ്യണം, മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ വന്ന് ഒരുപാട് സലാം പറയണം, തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.